Hi friends, today we are going to study about the topics 52nd and 91st Amendments. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരുപാട് ഫ്രേസുകളിൽ ഒരുപാട് സിനിമകളിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഫ്രേസാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാടകം എന്നൊക്കെ. സോ ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പണത്തിനും പ്രശസ്തിക്കും കോടികൾ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചാടുക, അവിടെ നിന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ മന്ത്രിയാക്കുമെന്നുള്ള ഇതിലും തിരിച്ച് പഴയ പാർട്ടിയിലേക്ക് പോവുക തുടങ്ങി ഒരുപാട് മാർഗങ്ങൾ നമ്മൾ എല്ലാ ഇലക്ഷൻ കാലഘട്ടത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്. നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇത്തരം പ്രവണതകൾക്കെതിരെ, ഇത്തരം ടെൻഡൻസീസിനെതിരെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഉണ്ടോ എന്നുള്ളതൊരു വാലിഡായ ക്വസ്റ്റ്യനാണ്. Now, both this 52nd and 91st amendments were made to address the same question, to clean up Indian politics. Okay, that's why we're studying them together. They're quite related to each other. So, we move on to the 52nd amendment. Now, 52nd amendment was passed in 1985. It is often referred to as the anti-defection law. ഡിഫെക്ഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് എംപിമാരോ MLAമാരോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതിനെയാണ് പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാറാം ഗയാറാം പൊളിറ്റിക്സ് 1967 ഗയാലാൽ എന്ന് പറയുന്ന ഹരിയാന MLA വിത്തിൻ ദ സെയിം ഡേ ഹി ചേഞ്ച്ഡ് ഹിസ് പൊളിറ്റിക്കൽ പാർട്ടി 3 times. ഇത്തരം പൊളിറ്റിക്സിനെ അതുകൊണ്ട് ഗയാലാലിൻ്റെ പേര് വെച്ച് ആയാറാം ഗയാറാം പൊളിറ്റിക്സ് എന്നാണ് ഇന്ത്യയിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് 1967 1985 ആദ്യമായിട്ട് ഇത്തരം ടെൻഡൻസീസിനെതിരെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് വാസ് അണ്ടർ രാജീവ് ഗാന്ധി ഗവൺമെൻറ്. Now, Rajiv Gandhi government, right after Indira Gandhi's assassination, they came into power with a very resounding majority. And 52nd constitutional amendment was one of the very first things Rajiv Gandhi government did. Now, what did this amendment do? എന്താണ് ഈ അമെൻമെൻറ്റ് ചെയ്തത്? Okay, it added a 10th schedule, popularly known as the Anti-Defection Act, into the constitution. Okay, അതുവരെ 9 ഷെഡ്യൂളുകളായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഈ അമെൻമെൻറ്റ് വഴി 10ാമത് ഒരു ഷെഡ്യൂൾ കൂടി ആഡ് ചെയ്യുകയാണ്. ഷെഡ്യൂൾ എന്ന് പറയുന്നതിന് ഏറ്റവും സിംപ്ലിസ്റ്റിക് സെൻസിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ആസ് എ ചാപ്റ്റർ. ടിൽ ദെൻ ദർ വെർ 9 chapters to a textbook and a 10th chapter with a brand new topic was added in 1985. That's what it means. Now, what is there in 10th schedule? എന്താണ് ഈ 10th schedule ഉള്ളത്? It has provisions for disqualification of elected members on the grounds of defection to another political party. Okay, ഓൾറെഡി ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള MPമാരോ MLAമാരോ തങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് മാറിയാൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ഈ അമെൻമെൻറ്റിൽ ഉൾപ്പെടുന്നത്. എന്താണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ വെൻ ദേ ആർ an MP or an MLA, okay, a person is an MP or an MLA, ആ സമയത്ത് ഒരു ഇലക്ഷൻ ജയിച്ചു വന്നിട്ട് പാർട്ടി മാറുകയാണ് എന്നുണ്ടെങ്കിൽ that person stops being an MP or MLA or a minister. Okay, it does not mean ഇനി ലൈഫിൽ ഒരു കാലത്ത് അവർക്ക് MP or MLA ആവാൻ പറ്റില്ല എന്നോ ഒരു ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. that person can do it, but if that person is disqualified, he has to go back and contest in the next election and come back. Okay, that's what is meant by disqualification. Now, who decides if a person should be disqualified or not? Okay, who can probably be the deciding authority of such an important situation? It will be the presiding officer of the house. Example, ഇപ്പോൾ കേരളത്തിലുള്ള കേരള നിയമസഭയിലെ ഒരു MLA ആണ് പാർട്ടി മാറി മറ്റു പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കേരള നിയമസഭാ സ്പീക്കറാണ്. ഓക്കെ, സിമിലർലി ലോക്സഭയിലുള്ള MP ആണ് എന്നുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കറായിരിക്കും ഇതിനുള്ള ഡിസൈഡിങ് അതോറിറ്റി. Now, the presiding officer makes rules to
to give effect to the provisions of the 10th schedule. ഓരോ പ്രിസൈഡിംഗ് ഓഫീസറും വരുമ്പോഴത്തേക്കും ഈ 10th ഷെഡ്യൂളിനനുസരിച്ച് എങ്ങനെ എൻ്റെ ഹൗസിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ റൂൾസ് എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു ദിസ് പ്രിസൈഡിംഗ് ഓഫീസർ. ദിസ് പേഴ്സൺ വുഡ് മേക്ക് ദ റൂൾസ്. Now, this rule is not made unilaterally. പുള്ളിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. On the other hand, ഇങ്ങനെ ഉണ്ടാക്കുന്ന റൂൾസ് എല്ലാം തന്നെ ഇറ്റ് ഹാസ് ടു ബി പ്ലേസ്ഡ് ബിഫോർ ദ ഹൗസ് ഫോർ 30 days. ഓരോ ഹൗസിലും ഈ 30 ദിവസത്തേക്ക് ഈ റൂൾസ് ചർച്ചയ്ക്കായിട്ട് വിട്ടുകൊടുക്കണം. Now, the members of the house can approve of it, modify some of it or disapprove them. ഓക്കെ, സോ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം വോട്ടിടലിന് ശേഷം ഒക്കെയാണ് ഈ 10th ഷെഡ്യൂളിൻ്റെ റൂൾ ഓരോ ഹൗസിലും തീരുമാനിക്കപ്പെടുന്നത്. Now, the presiding officer cannot take or cannot just disqualify a person automatically. Okay, instead, another person of the house has to complain against the person who just defected. Okay, ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ, ഡിഫെക്ഷനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ ബിഫോർ ടേക്കിംഗ് ദ ഫൈനൽ ഡിസിഷൻ ദ പേഴ്സൺ ഹു ഡിഫെക്റ്റഡ് chance to explain himself or herself. Okay, ആ ഡിഫെക്ഷനെതിരെ ആക്ഷൻ എടുക്കാൻ പോകുന്ന ആൾക്ക് ഒരു എക്സ്പ്ലനേഷനുള്ള ഒരു സാഹചര്യം എന്തായാലും അവർക്ക് കൊടുക്കും. So as you understand, it is not an automatic process. Okay, just because one person changes from one party to another, immediately how does it work? Disqualification of members of political parties. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാനറിൽ നിന്ന് ജയിച്ച് അതിൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ഒരാൾ ഡിസ്ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു? ഓക്കെ, ഇഫ് യു വോളണ്ടറിലി ഗിവ്സ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, സ്വന്തമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോവുകയാണ്, മെമ്പർഷിപ്പ് എനിക്ക് വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഓർ ഇഫ് ദിസ് പേഴ്സൺ വോട്ട്സ് അഗെൻസ്റ്റ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം വോട്ടിംഗ് വിതൗട്ട് എ പെർമിഷൻ. ഓക്കെ, ഇപ്പോൾ നിയമസഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ പുള്ളി മെമ്പറായിരിക്കുന്ന പാർട്ടിക്ക് എതിരെ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയോ പാർട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ വിട്ടു നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ a member of a political party can be disqualified. ഈ വോട്ടെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടിയോ or for any particular matter if they are voting. In that case, if that person votes against the party or abstains from voting without the party permission, this person can be disqualified. Now, പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും മെമ്പർ അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് മെമ്പറായി, അതായത് സ്വതന്ത്രനായി ജയിച്ചു വന്ന ഒരു എം പിയോ എം എൽ എയോ ആണെന്നുണ്ടെങ്കിൽ what will happen if that person joins a political party after he wins? That person can be disqualified. Okay, സ്വതന്ത്രനായി ജയിച്ച് മത്സരിച്ച് ഒരു എം പിയോ എം എൽ എ ആയ ആളാണ്, പക്ഷെ ജയിച്ചതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ അത് ഡിസ്ക്വാളിഫിക്കേഷന് വാലിഡാണ്. another thing, nominated members. Okay, നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്. ഒരു സഭയിൽ പാർലമെൻറ്റിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. Now, these nominated members, you know that usually they are not political people. I mean, yes, they are not politicians. They are rather people who have merit in some other ways. Okay, say for example, Sachin Tendulkar, Hema Malini, those kind of. Sorry, not Hema Malini. Sachin Tendulkar will be the best example. So, these people may not have a political backing. Okay, so, but if they join any political party after they are a nominated member, within 6 months it is okay. Okay, nominated member ആയി സഭയിൽ എത്തി 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ that is okay, ഡിസ്ക്വാളിഫൈഡ് ആവില്ല. പക്ഷേ 6 മാസത്തിന് ശേഷം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, now exceptions. ചില എക്സെപ്ഷൻസ് ഇതിനുണ്ട്. Now this is important, please pay attention to this one particularly. ഒരു മെമ്പർ തൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി താൻ പാർട്ടായിരുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടായി അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടായി പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയി ലയിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അത് ഡിസ്ക്വാളിഫിക്കേഷന് വാലിഡ് അല്ല. ഒരു കണ്ടീഷനേ ഉള്ളൂ, ആ പൊളിറ്റിക്കൽ പാർട്ടിയിലെ അറ്റ്ലീസ്റ്റ് 1/3 ആൾക്കാരെങ്കിലും ഇങ്ങനെ പിളർന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യുകയോ വേണം. Now this 1/3 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ദിസ് ഇസ് ഓൺലി ചേഞ്ച് ഇൻ ദ 91st Amendment. ഓക്കെ, സോ അക്കോർഡിംഗ് ടു 52nd CA ഒരു പാർട്ടിയിലെ 1/3 മെമ്പേഴ്സ് എങ്കിലും പിളർന്ന് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ജോയിൻ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കെൻ നോട്ട് യൂസ് ദി ആൻറ്റി ഡിഫെക്ഷൻ ലോ to disqualify those MPs and MLAs. Now, second exception is if a member after being elected as the presiding officer of the house voluntarily gives up the membership, he will not be disqualified. Okay, if a speaker, we know a speaker of a house, that person may or may not be a politician. Okay, but if that person is elected as the presiding officer of the house, that person has to be a neutral person. Okay, he cannot show partiality to the ruling group and the opposition group. So in order to maintain his neutrality, if he wants to voluntarily gives up the membership of his party, that is okay. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്പീക്കർ ആയിരിക്കാൻ ന്യൂട്രൽ ആയിരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആണ് മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെക്കുന്നതെങ്കിൽ അത് വെച്ച് ഒരാളെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ നിങ്ങൾക്ക് കേട്ടതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, ഇതൊരു ലൂപ്പ് ഹോൾ ഒന്നും ഇല്ലാത്ത വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആയിരുന്നില്ല. Now, what are the most important criticism against it? It does not make a differentiation between dissent and defection. Now, we already said ഒരു പാർട്ടിയുടെ വോട്ടെടുപ്പിൽ നിന്ന്, നിയമസഭയിലോ ഏതെങ്കിലും ഹൗസിലോ നടക്കുന്ന ഒരു വോട്ടെടുപ്പിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യൻ വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, MP MLA വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഗ്രൗണ്ടാണ്. നോ, ദാറ്റ് ഈസ് ക്വൈറ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ബിക്കോസ് ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പാർട്ടിയുടെ സ്റ്റാൻഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് പുള്ളിയുടെ സ്റ്റാൻഡ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അതവിടെ കൗണ്ട് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് it is counted as defection, which is quite unconstitutional. There is no freedom of speech എന്ന് പറയുന്ന ഒരു സാധ്യത അവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. Now, ഒറ്റ ഒരാൾക്ക് പാർട്ടി മാറി പോകാൻ പറ്റില്ല, പക്ഷേ ഗ്രൂപ്പായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ്സ് എ ക്വൈറ്റ് ഇല്ലോജിക്കൽ തിങ്. യെസ്, ഹൗസിന് പുറത്തുള്ള നിയമസഭയ്ക്കോ ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ പുറത്തുള്ള എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷൻ ഇതിൽ ഇല്ല, വിച്ച് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. നോ, അല്ലാതെ ഇമ്പോർട്ടൻറ്റ് വൺ, സ്വതന്ത്രമായ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പാർട്ടിയിലും ജോയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നോമിനേറ്റഡ് മെമ്പറിന് 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ റാഷണൽ ബിഹൈൻഡ് ഇറ്റ്? വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. Okay, and the last criticism is vesting of decision-making authority in the presiding officer. Now, ഇത് വളരെ ഗ്രേവ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. ഈ മാറ്ററിനെ എങ്ങനെ സ്പീക്കറിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു ജുഡീഷ്യൽ മാറ്ററല്ല, ഷുഡൻറ്റ് ഇറ്റ് ഗോ ടു ദ കോർട്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. Now, these are the most important criticism on the 52nd Amendment.